Watch full episodes on Jio Hotstar. യോ ഡോണ്ട് വറി മാർഷൽ. നമ്മുടെ താവളത്തിലേക്ക് വരാൻ അവരുടെ കയ്യിൽ ഒരു വഴിയുമില്ല. അഥവാ അവരെത്തിക്കഴിഞ്ഞാലും നമ്മുടെ സിംഹക്കുട്ടികളല്ലേ ഇവിടെ ഉള്ളത്, അവരെ വകവരുത്തിക്കോളും. ഒന്നും മനസ്സിലാവുന്നില്ല. ക്യൂട്ടായിട്ടിരിക്കുന്ന പിള്ളേരെടുത്ത് എവിടുന്നാണ് ഈ സിംഹത്തിന്റെ പോലത്തെ ശക്തി വന്നത്? ഒരുപക്ഷെ ആ പിള്ളേര് സമൂസകൾ കഴിച്ച് ശക്തി ഉണ്ടാക്കിയതായിരിക്കുമോ? പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ, വേഗം ആലോചിക്കേ. ഐഡിയ ഡിവൈഡ് ആൻഡ് റൂൾ. ഈ ട്രിക്ക് ഉപയോഗിച്ച് പണ്ട് നമ്മൾ ഒരുപാട് പേരെ നശിപ്പിച്ചിട്ടുണ്ട്. ഡിവൈഡ് ആൻഡ് റൂൾ? പക്ഷെ അതെങ്ങനെ സംഭവിക്കും? നമുക്കൊരിക്കലും ഡിവൈഡ് ആവാൻ പറ്റില്ല പത്തുലു. പറ്റുമോ? എന്റെ മോട്ടു, ഞാൻ പറഞ്ഞത് നമ്മളെ അല്ല, ആ 3 പിള്ളേരെയാ ഡിവൈഡ് ചെയ്യേണ്ടത്. 3 പേരും ഒന്നിച്ചു നിൽക്കുമ്പോഴാ കൂടുതൽ ശക്തി. പക്ഷെ അവർ 3 പേരെയും വേർതിരിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ കുറിച്ചുള്ള സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പെർഫെക്റ്റ്. നമ്മളോട് അവന്മാര് കളിച്ചാൽ നമ്മൾ അവന്മാരിട്ടൊരു കളി പഠിപ്പിക്കും. പത്ലു, തന്റെ പ്ലാൻ എന്താ എന്നോട് പറയൂ. പ്ലാൻ തീർച്ചയായും സെറ്റാണ്. നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റില്ല, പക്ഷെ അവരെ നമുക്ക് താഴേക്ക് വിളിച്ചു വരുത്താൻ പറ്റുമല്ലോ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഇവിടുന്ന് പോയി നജൂബ സിറ്റിയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് നമ്മൾ നമ്മുടെ പണി ഇവിടെ തുടങ്ങണം. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കാറ് സ്റ്റാർട്ട് ആവുന്നേ ഇല്ലല്ലോ. എല്ലാവരും കൂടി ഒന്ന് തള്ളിക്കേ. നീങ്ങട്ടെ, അങ്ങോട്ട് പോട്ടെ. ഞങ്ങളെയും കൂടെ കൊണ്ടുപോകൂ. നോക്കി നിൽക്കാതെ വേഗം കേറൂ. എന്റെ അമ്മോ, വണ്ടി നിർത്തോ. നിർത്താൻ പറ്റുന്നില്ല. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കാറ് നിർത്താൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ബ്രേക്ക് പോയെന്നാ. എന്റെ അമ്മോ, ഡോക്ടർ ചട്ക, നിങ്ങളുടെ കാറിനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. വണ്ടി നിർത്താൻ പറയൂ പ്ലീസ്. ഞാനിതെങ്ങോട്ടാണ് പോകുന്നത്? രക്ഷിക്കൂ. ചായ പൊളിക്കടുത്തല്ലോ. ഏത് നേരത്താണോ നമ്മൾ ഈ നാട്ടിൽ വന്ന് കൂടിയത്? ഇനി ഒരിക്കലും ഈ നഗരത്തിലേക്ക് നമ്മൾ കാലെത്താൻ പാടില്ല. മിസ്റ്റർ മാർഷൽ, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കൊണ്ട് വേഗം താഴേക്ക് ഇറങ്ങി വാ. ഇവിടെ ഇന്റർനാഷണൽ ക്യൂട്ട് കിഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ റൗണ്ടിലേക്കുള്ള സെലക്ഷനാ. നിങ്ങളുടെ പിള്ളേര് ജാമ്യന്മാരല്ല, ജാമ്യന്മാര്. അവർ ഈസി ആയിട്ട് സെലക്ട് ആവുന്നേ. അവന്റെ കൂട്ടുകാരെ ചെയ്യും. സാറേ, അവരുടെ കാര്യം ഓർത്ത് സാർ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവരുടെ ഓട്ടം കണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പി പോയതാ എന്റെ പൊന്ന് സാറേ. ഓടിപ്പോയി. നല്ല കാര്യം. ഞാൻ കുട്ടികളെയും കൊണ്ട് ഉടനെ താഴെ വരാം. സാർ എത്തിയോ? വന്നാലും വന്നാലും ഞാൻ മുമ്പിലത്തെ സീറ്റ് വരെ സാറിന് വേണ്ടി ബുക്ക് ചെയ്തിരുന്നു. വരൂ, ഇവിടെ ഇരിക്കും സാറേ.
എല്ലാവരും ഒന്ന് ശാന്തമായി ഇരിക്കണേ. പ്ലീസ് 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 പ്ലീസ്. നിങ്ങൾ എല്ലാവരും ഞാൻ ഇന്റർനാഷണൽ കിഡ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം വെൽക്കം. എല്ലാ കുട്ടികൾക്കും അവരവരുടേതായിട്ടുള്ള ഒരു കഴിവുണ്ടല്ലോ. ഞങ്ങൾ ഇപ്പൊ നടത്തുന്ന ഈ കോമ്പറ്റീഷൻ അങ്ങനത്തെ പ്രതിഭകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, കേട്ടല്ലോ. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. ഈ കോമ്പറ്റീഷനിൽ ആരാണോ സെലക്ട് ആവുന്നത് അവരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് USA ഫൈനൽ റൗണ്ടിലേക്ക് അയച്ചു വിടും. എല്ലാവരും റെഡി ആയിക്കോളൂ. ഫസ്റ്റ് റൗണ്ട് ദേ തുടങ്ങാൻ പോകുന്നു. എല്ലാവരും അവരവരുടെ കുട്ടികളുമായി വന്ന് എൻട്രി ഫോം ഫിൽ ചെയ്യൂ പ്ലീസ്. അവിടെ നിൽക്കൂ. ഞങ്ങളുടെ ചീഫ് ജഡ്ജ് പുറകിൽ ടെന്റിനകത്തുണ്ട്. കുട്ടികളുടെ ചെറുതും വലുതുമായ മെന്റലിയും ഫിസിക്കലിയുമായിട്ടുള്ള ടെസ്റ്റ് എടുക്കും. പിന്നീട് അതിനെ ബേസ് ചെയ്തായിരിക്കും സെലക്ഷൻ നടക്കുന്നത്. ടെസ്റ്റ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുവരും. പ്ലീസ്. So sweet kids. 3 പേരും ഒരുപോലെ തന്നെ ഉണ്ടല്ലോ. 3 പേരെയും ഞാൻ ഒരുമിച്ച് അകത്തേക്ക് കൊണ്ടുപോകാം. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇവര് 3 പേരും ഫസ്റ്റ് റൗണ്ടിൽ തന്നെ സെലക്ട് ആവുമെന്ന്. വരൂ കുട്ടികളെ. സാറേ, ഇത് കണ്ടില്ലേ? എത്ര ക്യൂട്ടായിട്ടുള്ള കുട്ടികൾ. ഇവരെ കൊണ്ടുപോയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ പ്ലീസ്. വെരി ക്യൂട്ട് കിഡ്സ്. വരൂ കുട്ടികളെ, വരൂ. മോനെ, ഇനി നീ കുറച്ചു നേരം ദേ ഈ ചെയറിലിരുന്ന് വിശ്രമിക്കൂ. ഇരിക്കൂ പ്ലീസ്. ഒന്ന് ക്ഷമിക്കൂ മോനെ, ഒന്ന് ക്ഷമിക്കൂ. ഞാൻ എല്ലാം പറയാം. നീ ഞങ്ങളെ വട്ടം കറക്കി ചുറ്റിത്തിരിപ്പിച്ചല്ലേ കൗണ്ട് ദ സ്റ്റാർസ് എന്ന് പറഞ്ഞ് കളിപ്പിച്ചത്. ഇനി എന്റെ ഊഴമാണ്. പറയൂ, നിങ്ങൾ 3 പേർക്കും ഇത്രയും വലിയ ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? പറ. പറയാനല്ലേ പറഞ്ഞത്? അങ്കിൾ, നിങ്ങളുടെ ശബ്ദം വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ മോട്ടു അങ്കിളല്ലേ? ഇപ്പൊ മനസ്സിലായി. ഞാൻ മോട്ടുവാണ്. പറയൂ, ഇനി വേഗം പറയൂ. നിന്റെ ശക്തിയുടെ സൂത്രം എന്താണ്? പറയൂ. മോട്ടു അങ്കിളിനെ കിട്ടിയല്ലോ. മോട്ടു അങ്കിളിനെ കിട്ടിയല്ലോ. മോട്ടു അങ്കിൾ കൗണ്ട് സ്റ്റാർസ് കളിക്കുമല്ലോ. നമുക്കിനി അടിച്ചു പൊളിക്കാലോ. ഒരുപാട് സന്തോഷിക്കേണ്ട മോനെ. നിന്റെ കൈ ഞാൻ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് നീ കൗണ്ട് ദ സ്റ്റാർസ് കളിക്കുക? പൊളിച്ചെടുത്തല്ല. പിള്ളേർക്ക് ഇങ്ങനെ ഇടിക്കാൻ സാധിക്കോ? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല. അങ്കിൾ അങ്കിൾ പ്ലീസ്, നമുക്കൊരു സെൽഫി എടുക്കാം. പ്ലീസ് പ്ലീസ് പ്ലീസ്. റെഡിയാണോ? ഇനി എന്തോന്ന് ഫ്രെയിം ചെയ്യാനാ? ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഫ്രെയിം ചെയ്തതുപോലെ അല്ലേ ഉള്ളത്. അങ്കിൾ, നിങ്ങൾ റെഡിയായേ പറ്റൂ. അല്ലെങ്കിൽ വേഗം റെഡി ആയിക്കോ. നിങ്ങൾ റെഡി ആയില്ലെങ്കിൽ നിങ്ങളെ ആകും ടോട്ടൽ ഔട്ട്. ഇനി ഡൗട്ട്?
പത്ലു എന്റെ ചങ്കുകള്, നിങ്ങൾ ഫൈറ്റിങ്ങിന് വേഗം റെഡി ആയിക്കോളൂ, വേഗം. തീർച്ചയായും റെഡിയാണ്. പത്ലു കണ്ടില്ലേ, ഈ മത്സ്യങ്ങള് ഒഴുക്കിനെതിരെയാണ് നീന്തി പോയിക്കൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? കമോൺ, ലെറ്റ്സ് പ്രാക്ടീസ്. ഓളിച്ചെടുത്തല്ല. ഓ എന്റെ ചങ്കുകളെ, ഞാൻ പറയാൻ മറന്നുപോയി, എന്റെ കയ്യിൽ ഈ ബെൽറ്റ് ഉള്ള കാര്യം. ഇതുള്ളപ്പോ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്ക് കയറാൻ സാധിക്കും. ഓയ് എന്താ ചങ്കുകളെ, നിങ്ങൾ എന്നെ വീണ്ടും ഇടിക്കാൻ പോവുകയാണോ? എന്റെ മോട്ടു ഇപ്പൊ തമ്മിലടിക്കാനുള്ള സമയമല്ല. ലെറ്റ്സ് ഗോ ആൻഡ് ഫൈൻഡ് ദ ട്രൂത്ത്. ആ മാർഷലും ആർട്ടിയും എന്ത് പ്ലാൻ ആയിരിക്കും ചെയ്യുന്നത്? വാ. ആർട്ടി, മോട്ടുവും പത്ലുവും ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാ റോബോട്ടുകളെയും ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. യെസ് മാർഷൽ, നമ്മുടെ കയ്യിൽ സമയം കുറവാണ്. നമ്മുടെ പദ്ധതി പ്രാവർത്തികമാക്കാനുള്ള സമയം ഇതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റിന്റെ സമയം കഴിഞ്ഞു. ഓൾ ദി വേസ്റ്റിന്റെ സമയമാണ് ഇപ്പോൾ. മിസ്റ്റർ മാർഷൽ, ഇപ്പൊ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. തൈക്കോണ്ടോ മനുഷ്യ കുട്ടികളല്ലാന്നും അതൊക്കെ റോബോട്ട് കിഡ്സ് ആണെന്നും. മോട്ടു, പത്ലു, നിങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാനായി ഞാൻ എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിച്ചു, എന്നിട്ടും നിങ്ങൾ എന്താ തോൽവി സമ്മതിക്കാത്തേ? മിസ്റ്റർ മാർഷൽ, ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുള്ളതാണ്, പരിശ്രമിക്കുന്നവർ ഒരിക്കലും ജീവിതത്തിൽ തോൽക്കാറില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഒരിക്കലും നിർത്താറില്ല. ആഹാ, വന്നാലും നമുക്ക് നോക്കാം ആരാണ് ജയിക്കുക ആരാണ് തോൽക്കുക എന്ന്. ടൈ, കോ, ഡോ. വേഗം വാ, അങ്കിളുടെ കൂടെ നന്നായിട്ട് ഗെയിം കളിച്ചോളൂ, അപ്പോഴേ അവർക്ക് മനസ്സിലാവൂ. അങ്കിൾ, യു ആർ ഫിനിഷ്ഡ്. മോട്ടു പത്ലു, നിങ്ങളിപ്പോ കാണിച്ചു കൊടുക്ക്. പരിശ്രമിക്കുന്നവർ ഒരിക്കലും തോൽക്കാറില്ല. വരൂ. കരയുന്നതും ഒരു ട്രിക്കാണ്. ഈ മോട്ടു അങ്കിളിനെ എന്ത്
പറ്റി? വാ മോട്ടു, നമുക്ക് ഈ റോബോട്ട് പിള്ളേരെ ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിക്കാം. മാർട്ടി നിക്ക്. ഞങ്ങൾ കീഴടങ്ങുന്നു. മാർഷലിനെ വെറുതെ വിടൂ. ടൈക്കോൺ 2 അവനെ അവസാനിപ്പിച്ചേക്ക്. പത്ലുവിനെ ഞാൻ നോക്കാം. പൊളിച്ചെടുത്തല്ലോ. റോബോട്ടിന്റെ കയ്യിൽ ലേസർ ഗണ്ണുണ്ട്. മോട്ടു സൂക്ഷിക്കണേ. ഓ ഇല്ല, എന്റെ എല്ലാ പരിശ്രമങ്ങളും വെള്ളത്തിലായല്ലോ. പക്ഷെ ഞാൻ തോൽവി സമ്മതിക്കില്ല. എന്റെ ട്രംപ് കാർഡ് ഇനിയും ബാക്കിയുണ്ട്. മോട്ടു പത്ലു, എന്റെ അത്തിപ്പാർ അമ്മച്ചിയെ, ഇതെല്ലാം ചേർന്നൊരു റോബോട്ടായി മാറിയല്ലോ ചങ്കി. പൊളിച്ചെടുത്തല്ലോ. ഇനിയിപ്പോ എന്താ സംഭവിക്കുക? ഇനി ഫൈറ്റ് ചെയ്ത് കാണിക്കേ. ഞങ്ങളുടെ റോബോ സൈന്യം ആരുടെ മുന്നിലും തോൽക്കില്ല. അധികം താമസിയാതെ തന്നെ ഞങ്ങൾ ഈ രാജ്യം ഭരിക്കും. മോട്ടു, ഇത് അയൺ ഫിസ്റ്റ്. ഇത് വെച്ച റോബോട്ടിനെ വകവരുത്ത്. മോട്ടു, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. തോൽവി സമ്മതിച്ചേക്ക്. ഇനി വളരെ നിഷ്പ്രയാസം തന്നെ ഞങ്ങൾ തോൽപ്പിക്കും.
ചേട്ടാ, നിങ്ങളൊരു വലിയ കാര്യം തന്നെയാണ് ചെയ്തത് കേട്ടോ. മോട്ടു മോട്ടു പത്ലു, ഞങ്ങൾ കീഴടങ്ങുന്നു. മാർഷലിനെ വെറുതെ വിടൂ. ഒരിക്കലുമില്ല. ചിങ്കത്തിനടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. യു ആർ അണ്ടർ അറസ്റ്റ്. ഇനി നിങ്ങൾക്ക് ജയിലിനകത്ത് പോയി റോബോട്ട് ഉണ്ടാക്കാം. അതും മോട്ടു പത്ലുവിന്റെ രൂപത്തിൽ. വളരെ നല്ല റോബോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. മോട്ടു പത്ലുവിന്റെ രൂപത്തിൽ നമുക്ക് ഇനി റോബോട്ടിനെ കാണാം. Watch India's largest kids library only on Jio Hotstar. Download the app now.